നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സോറി മോളെ, ലേറ്റ് ആയി പോയി. അല്ല, എന്തായി മോളെ? സത്യയുടെ അച്ഛൻ വന്നിരുന്നു. ഇനിയിപ്പോ വേറെ നിവർത്തിയില്ലല്ലോ, എന്തായാലും പോയി നോക്കാം. ഓരോ വിദ്യാലയങ്ങളിലും മിടുക്കന്മാരും മിടുക്കികളും ഉണ്ട്. ചിലർ കലാവാസനകളിലൂടെയും ഇനിയും മറ്റു ചിലർ കലാകായിക മത്സരങ്ങളിലുമാണ് അവരുടെ കഴിവുകൾ തെളിയിക്കുന്നത്. പഠന മികവിൽ കഴിവ് തെളിയിച്ച 7 കുട്ടികളെയാണ് നമ്മളിപ്പോ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവരെ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിന്റെ തുടക്കത്തിലാണ് നമ്മളിപ്പോ ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്നത്. സ്കൂൾ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും നടത്തിയ ക്വിസ് കോമ്പറ്റീഷനുകളിൽ മികച്ച നിലവാരമാണ് ഇവർ കാഴ്ചവെച്ചത്. ഇനി ഇവർ മത്സരിക്കുക നാഷണൽ ലെവൽ കോമ്പറ്റീഷനുകളിലായിരിക്കും. ഇപ്പൊ നമ്മൾ രക്ഷകർത്താക്കൾക്കൊപ്പം കൊടുക്കുന്ന ഈ അംഗീകാരം ഇവർക്ക് ഇനിയുള്ള പഠനത്തിന് പ്രചോദനമാകട്ടെ. ബ്രോ, നമ്മൾ പെട്ടു എന്ന് തോന്നുന്നേ. റോഡ് ഇവിടം വരുള്ളോ? എടാ, സ്കൂളിൽ നമുക്ക് സമയത്തെത്താൻ പറ്റുമോ? എന്തായാലും ഫംഗ്ഷൻ തുടങ്ങി കാണും. വിഷ്ണു, നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുവാടാ? വണ്ടി റിവേഴ്സ് എടുക്ക്, എന്നിട്ട് വന്ന വഴി തന്നെ പോകാം. പോകുന്ന വഴിക്ക് ആരോടെങ്കിലും വഴി ചോദിക്കാം. ആദ്യമായി അവാർഡ് ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നത് സത്യഭാമയെയും സത്യഭാമയുടെ ഗാർഡിയനെയുമാണ്. എടാ, കൈയടിച്ചോടാ. നിന്റെ പ്ലാനെല്ലാം പൊളിഞ്ഞില്ലേ? അതിനോട് ചേർത്ത് അടിച്ചു. എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു സന്തോഷ ദിവസത്തിൽ തന്നെ ഇങ്ങനെ വരാൻ സാധിച്ചതിൽ സത്യഭാമയ്ക്കൊപ്പം ഞങ്ങൾ സന്തോഷിക്കുന്നു. സത്യഭാമയുടെ പഠന മികവിനെ കുറിച്ച് 2 വാക്ക് പറയാൻ സാധിച്ചാല് അത് മറ്റു കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരു പ്രചോദനമായിരിക്കും. പ്ലീസ് സർ. നമസ്കാരം. സത്യഭാമയുടെ കാര്യങ്ങൾക്കായി ഇവിടെ വന്നിരുന്നതും പ്രവർത്തിച്ചിരുന്നതുമെല്ലാം സത്യഭാമയുടെ അമ്മയും ജില്ലാ കളക്ടറുമായ ശാലിനിയാണ്. അതുകൊണ്ട് തന്നെ സത്യഭാമയുടെ പഠന മികവിന്റെ മുഴുവൻ ക്രെഡിറ്റും ഇവിടുത്തെ അധ്യാപകർക്കും ശാലിനിക്കും മാത്രം അവകാശപ്പെട്ടതാണ്. വല്ലപ്പോഴും ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളിൽ വന്നു പോകുന്ന ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ കാഴ്ചക്കാരാകാനുള്ള സ്ഥാനമേ ഉള്ളൂ. ഇതുപോലൊരു വേദിയിൽ ഇങ്ങനെ വന്നു നിന്ന് 2 വാക്ക് സംസാരിക്കാൻ അവസരമൊരുക്കിയ ബഹുമാനിയായ HM-നും ഇവിടുത്തെ അധ്യാപകർക്കും പിന്നെ പഠിച്ചു മിടുക്കരായ നമ്മുടെ കുട്ടികളോടുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി രമേശ്. അച്ഛാ, ഇതാ ഞാൻ പറയാറുള്ള രമേശ്. ഹലോ രമേശ്. നീയല്ലേ പറയാറ് എനിക്ക് അച്ഛനില്ലെന്നും ഒരിക്കലും വരില്ലെന്നും? കണ്ണ് തുറന്നു കാണ്, ഇതാണ് എന്റെ അച്ഛൻ.
നിൽക്കുന്ന എന്റെ അച്ഛൻ. ഇനി നീ പോയി നിന്റെ അവാർഡ് വാങ്ങിച്ചോ. രമേശും ഗാർഡിയനും അവാർഡ് വാങ്ങിക്കാനായി വേദിയിലേക്ക് വരണം. വാടാമനെ. മോളെ, അച്ഛൻ അല്പം തിരക്കുണ്ട്. വാ, നമുക്ക് പോവാം. പപ്പി, വിഷ്ണു അച്ഛൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. എടാ, നമ്മുടെ വഴി ശരിയായോ? സത്യമേ, നീ പെട്ടെന്ന് എത്തും. പക്ഷേ ആരായിരിക്കും ബോർഡ് അവിടെ കൊണ്ടുവച്ചത്? ഇനിയിപ്പോ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ചതിപറ്റി പോയില്ലേ. ശ്ശേ. സത്യം, വിഷ്ണു അച്ഛനൊക്കെ ഇപ്പൊ വരും. അവരെ കണ്ടിട്ട് പോവാം. അവരെയൊക്കെ അച്ഛനൊന്ന് പരിചയപ്പെടണ്ടേ? അത് അവര് വരട്ടെ മോളെ. അച്ഛന് അല്പം തിരക്കുണ്ട്. പ്ലീസ് അച്ഛാ. മോളെ, അത് പിന്നൊരു ദിവസം ആകാം. അച്ഛൻ അത്യാവശ്യമായിട്ട് ജോലിക്ക് കയറേണ്ട സമയമായി. വാ, പോവാം. പപ്പി, നീ പറഞ്ഞാ മതി എന്റെ അച്ഛൻ വന്ന കാര്യം. ശരി സത്യ. കയറി മോളെ. പോവാം. സോറി മോളെ, ലേറ്റ് ആയി പോയി. അല്ല, എന്തായി മോളെ? ദേ, സത്യയുടെ അച്ഛൻ വന്നിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.